കേരളത്തിലെ ഫിലിം ഇൻഡസ്ട്രിയെക്കുറിച്ച് പറയുകയാണെങ്കിലും നമ്മൾ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ഇടപെട്ടിട്ടുള്ളത്. എനിക്ക് തന്നെ അറിയാവുന്ന കുറച്ച് കേസുകെട്ടുകളൊക്കെ ഉണ്ട്. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതല്ല. ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ നമ്മളിപ്പോൾ പുതിയ ചെയർമാൻ, ഈ ഫിലിം ഇൻഡസ്ട്രി വളരെ ഒരു ഇൻട്രസ്റ്റുള്ള ഫാക്ടറായിരുന്നു. പുള്ളി എല്ലാ സിനിമകളും കാണും, അങ്ങനെയുള്ള കാര്യങ്ങളുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് ഇതിലേക്ക് കൂടുതൽ ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ പല നടന്മാർക്കും പല ഡയറക്ടേഴ്സിനും അദ്ദേഹം ചെറിയ രീതിയിലുള്ള അഡ്വാൻസുകൾ കൊടുത്തു. അതങ്ങനെ ബുക്കിംഗ്, അതൊരു ഫിലിമിന് വേണ്ടി ഒരു കരാറ് പോലെ ബുക്കിങ്ങിന് പോലെ ചെയ്തിട്ടുണ്ട്. 10 ലക്ഷം അല്ലെങ്കിൽ 5 ലക്ഷം അല്ലെങ്കിൽ 20 ലക്ഷമൊക്കെ ആയിരിക്കും, മാക്സിമം 20 ലക്ഷം കിട്ടാനുള്ളതല്ലാതെ ആർക്കും കൊടുക്കാനുണ്ടായിട്ടുള്ളത് എനിക്കറിയില്ല. ഒരു വിധത്തിലും അങ്ങനെ ഞങ്ങൾ ചെയ്തിട്ടുമില്ല. പിന്നെ ഇൻവെസ്റ്റേഴ്സ്, ഒരു വിധത്തിലുള്ള ഇൻവെസ്റ്റേഴ്സും കോൺഫിഡൻസ്, സീറോ ഇൻവെസ്റ്റേഴ്സ്. കമ്പനി സീറോ ഡെറ്റാണ്, സീറോ ഇൻവെസ്റ്റേഴ്സ്. ഒരാൾ പോലും കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തില്ല. ബട്ട് നമ്മുടെ ഞങ്ങളുടെ ക്ലയൻസ് അവർ ഇൻവെസ്റ്റ്മെൻറ്റാണ് ചെയ്യുന്നത്. കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ പ്രിൻസിപ്പൾ സെയിൽസ്, കളക്ഷൻ, കൺസ്ട്രക്ഷൻ.